മെസ്സിക്ക് ഒരു രാജ്യാന്തര ട്രോഫി ഉണ്ടോ? അർജൻറ്റീനക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സി നേടിയത്? വെറുതെ കുറേ വർഷങ്ങളോളം നീല ജേഴ്സിയിൽ കളിച്ചു എന്നല്ലാതെ എന്താണ് അർജൻറ്റീനക്ക് വേണ്ടിയിട്ട് മെസ്സി നേടിയത്? എന്ന മാതിരി ക്ലബ്ബ് ശശിയാണ്, ക്ലബിന് വേണ്ടിയിട്ടാണ് എല്ലാ നേട്ടങ്ങളും, ബാലൺ ഡിയോർ ഉൾപ്പെടെ, ട്രോഫികൾ ഉൾപ്പെടെ, അങ്ങനെ എല്ലാ നേട്ടങ്ങളും നേടുന്നത് ക്ലബ്ബിൽ മാത്രമാണ്. അങ്ങനെ മെസ്സിയെ കാണുന്നിടത്തുനിന്നും തിരിയുന്നിടത്തുനിന്നും മറിയുന്നിടത്തുനിന്നൊക്കെ ട്രോൾ ചെയ്യുന്ന ഒരുപാട് മറ്റു ഫാൻസുകളൊക്കെ ഉണ്ടല്ലേ. അതിൽ പ്രധാനമായിട്ടുണ്ടാവുക ഒന്ന് ബ്രസീൽ ഫാൻസാകരം, രണ്ടാമത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസാകരം. തലങ്ങും വിലങ്ങും ട്രോളും. അതാണ് നേരെ തിരിച്ചുണ്ടാവും, അത് വേറെ കാര്യം. മെസ്സി ഫാൻസ് നേരെ ഇങ്ങോട്ട് ട്രോളിലുണ്ടാവും, അതങ്ങനെ. അപ്പോൾ ഒരുപാട് ആളുകളെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നിക്കാണ് മെസ്സി. ഒരു മറുപടിയല്ല, ഇപ്പോൾ 4 മറുപടിയോട് മറുപടി എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. ഒരു 2 കോപ്പ അമേരിക്ക, ഒരു ഫൈനലിസമ്മ, ഒരു വേൾഡ് കപ്പ്. ഇനി എന്ത് ട്രോഫിയാണ് രാജ്യത്തിന് വേണ്ടി കണ്ട് മെസ്സി നേടേണ്ടത്? എല്ലാ ട്രോഫിയായി ഇതിനുള്ളൂ ഇപ്പോൾ നിലവിൽ നടക്കുന്ന ടൂർണമെൻറ്റുകൾ രാജ്യാന്തര ലെവലിൽ. അപ്പോൾ എല്ലാ ട്രോഫികളും ആയി. ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം അദ്ദേഹം തളർന്നെങ്ങാണ്ട് ഓരോ ഫൈനലുകൾ കോപ്പ അമേരിക്കയിലാണെങ്കിലും വേൾഡ് കപ്പിലാണെങ്കിലും ഫൈനലുകളും സെമികളൊക്കെ വന്നെങ്ങാണ്ട് ടീം തോൽക്കുമ്പോൾ അതിലൊക്കെ മനംനൊന്തുങ്ങാണ്ടോ അല്ലാതെയൊക്കെ ആയിട്ട് ഒരു വട്ടം വിരമിക്കൽ പ്രഖ്യാപിച്ചു. അവിടെ നിന്നും തിരിച്ചു വന്ന ആളാണ് അദ്ദേഹമൊക്കെ അന്ന് വിരമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവസ്ഥ എന്താണ്? ഈ കിട്ടിയ ട്രോഫികളൊക്കെ അനുഭവിക്കാനുള്ളൊരു യോഗം ഉണ്ടാവുമോ? അന്ന് വിരമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ മെസ്സി ഇല്ലാന്നുണ്ടെങ്കിൽ ടീമിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിലവിലിപ്പോൾ ഈ നേടിയിട്ടുള്ള ട്രോഫികളൊക്കെ നേടാൻ ടീമിന് കഴിയുമെന്നുള്ളത് നമുക്ക് അറിയില്ല. എങ്കിലും മെസ്സി അന്ന് വിരമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ എന്തായാലും അവസ്ഥ? വെറും ക്ലബിൻ്റെ പേരിൽ മാത്രമേ അറിയപ്പെടൂല അല്ലേ, ബാലൺ ഡിയോറിൻ്റെയൊക്കെ പേരിൽ മാത്രം. ഇപ്പോൾ രാജ്യത്തിന് വേണ്ടി 1, 2, 3 അല്ല 4 ട്രോഫികൾ അടുപ്പിച്ച് വാങ്ങിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഇനി ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടി എന്നോ ആദ്യം നേടിയത് കോപ്പ അമേരിക്ക അല്ലേ, അന്ന് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് രാജ്യാന്തര ട്രോഫി ഉണ്ടോയെന്നുള്ളത്. പിന്നെ അതിന് ശേഷം 3 യൂറോപ്യൻ ചാമ്പ്യന്മാർ ആയി വന്ന ഇറ്റലിനൊക്കെ അടിച്ച് നിരത്തിയിട്ടാണ് ഇവിടെ ഫൈനലിസമ നേടിയത്. ഇനിയിപ്പോൾ ഒരു ഫൈനലിസമ സ്പെയിനിനോട്ട്, ഈ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനിനോട്ട് വരാൻ കിടക്കണം. അത് കിട്ടി 5 ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യാന്തര ട്രോഫി കിട്ടിയ താരം എന്നുള്ള പേര് ഒന്നാവും. അതപ്പോൾ ഞാൻ വരാൻ പോണത്. മെസ്സിനെ ട്രോളിയ ആളുകളെ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ ബ്രസീൽ ഫാൻസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസൊക്കെ അവരൊക്കെ നിരന്തരം ട്രോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടും ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്ലബ്ബ് ശശി എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ അറിയുമ്പോൾ ഫുട്ബോളിൻ്റെ ഒരു സ്പിരിറ്റാണ് അത്. ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ, മെസ്സി, ബ്രസീൽ, അർജൻറ്റീന, പോർച്ചുഗൽ, മറ്റുള്ള ടീമുകൾ, ജർമ്മനി, അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് പരസ്പരം നമ്മളൊപ്പമുള്ള സുഹൃത്തുക്കളോടും വാട്സപ്പ് ഗ്രൂപ്പുകളിലായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് അതിൻ്റെ പ്ലാറ്റ്ഫോമുകളിലും നേരിട്ടും ഒക്കെ ആയിട്ട് ട്രോളുകൾ, അതേമാതിരി വേൾഡ് കപ്പ് വരുമ്പോൾ ഫ്ലക്സ് വെക്കൽ, അതൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു രീതി, രസം, അത്രേ ഉള്ളൂ അല്ലേ. ഒരു ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഫുട്ബോളിനെ ഒരു പ്ലെയറെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു രസമായിട്ട് മാത്രമേ കരുതുള്ളൂ, മനസ്സിലുണ്ടാവുള്ളൂ. ഇപ്പോൾ മെസ്സിനെ ഒരു ബ്രസീൽ ഫാൻ എത്ര ട്രോളിയാലും, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ എത്ര ട്രോളിയാലും, അതേമാതിരി മെസ്സി ഫാൻസ് നേരെ തിരിച്ച് നെയ്മറിനെ റൊണാൾഡോനെയൊക്കെ ട്രോളിയാലും അതൊരു ഫുട്ബോള് ആ ഒരു രസം മീൻസ് ഒരു എന്താ പറയുക, ഇത് മാത്രം മനസ്സിൽ വെച്ചിങ്ങാണ്ടേക്കാൻ ചെയ്യുക. കാരണം അല്ലാന്നുണ്ടെങ്കിൽ മെസ്സി ഒരു മോശം കളിക്കാരനോ, മെസ്സി തീരെ കളിക്കാത്ത ഒരാളോ, അല്ലെങ്കിൽ നെയ്മർ റൊണാൾഡോ ഒക്കെ തീരെ പോരാത്ത ഒരാളോ, തീരെ കളി അറിയാത്ത ഒരാളോ ആയതുകൊണ്ടൊന്നല്ല പരസ്പരം ട്രോളിൽ അതിൻ്റേതായിട്ടൊരു രസം. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു രസമല്ല. കാരണം ഫുട്ബോളാണ്, ട്രോൾ വേണം. ബ്രസീൽ തോറ്റാൽ ബ്രസീലിനെ കളിയാക്കണം, അർജൻറ്റീന തോറ്റാൽ അർജൻറ്റീനയെ അതിൻ്റെ കളിക്കാരനെയും, അതേമാതിരി എല്ലാ ടീം തോറ്റാലും ടീമിന് കളിക്കാനൊക്കെ കളിയാക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ കളി നമുക്ക് കാണാനും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫൈനൽ വിസിൽ ഊതി കഴിഞ്ഞാൽ അതിൻ്റെ ആവേശം പോയില്ലേ. പിന്നെ അടുത്ത കളി വരുമ്പോഴേ ഒരു ആവേശം ഉണ്ടാവുള്ളൂ. ട്രോളുകൾ അതിൻ്റേതായിട്ടുള്ള രീതികൾ, രസങ്ങളും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളൊക്കെ ഒരു രസമാണ്. അപ്പോൾ ഏതായാലും മെസ്സിനെ ഇനി ഒരു നിലക്കും കളിയാക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ മെസ്സി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു കഥ. അദ്ദേഹം ഇപ്പോൾ ബാഴ്സലോണയിൽ നേരെ PSG പോയി, PSG ഇന്റർ മിയാമി പോയി. ക്ലബിൻ്റെ ലെവലിൽ ഏകദേശം ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. പക്ഷേ ക്ലബിൻ്റെ പ്രവർത്തനം എന്ന് അവസാനിച്ചോ അന്ന് രാജ്യത്തിൻ്റെ പടയോട്ടങ്ങളാണ് പിന്നെ തുടങ്ങിയിട്ടുള്ളത്. ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ബാഴ്സലോണയിൽ നേടി അവസാനം PSG പോയത് വലിയൊരു നേട്ടം കിട്ടിയിട്ടില്ല, മെസ്സിക്കാണെങ്കിലും നെയ്മറിനാണെങ്കിലും ഒക്കെ. അത് കഴിഞ്ഞ് നേരെ പോയതാണ് ഇന്റർ മിയാമി. കാര്യമായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ നടന്നതൊക്കെ പിന്നെ രാജ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതൊരു 1.5 നടത്തലുമായിരുന്നു. അപ്പോൾ ഏതായാലും അർജൻറ്റീന എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിൽ
ഒന്നാണ്. ഏത് ടീമിനെ ഇപ്പോൾ ഏത് യൂറോപ്പിൻ്റെ ടീം വന്നാലും അവരൊക്കെ അടിച്ചിടാനുള്ള ടീം നിലവിൽ അവളുണ്ട്. ഈ കോപ്പ അമേരിക്ക തുടങ്ങുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ തുടങ്ങിയതിന് ശേഷമൊക്കെ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കോപ്പ അമേരിക്ക എടുക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടീം നിലവിൽ അർജൻറ്റീനയാണെന്നുള്ളത്. കാരണം ഓരോ പൊസിഷനും സെറ്റാണ്, ഓരോ പ്ലെയറും ഓരോ പൊസിഷനിൽ എന്ത് വേണമെങ്കിലും ടീമിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന പ്ലെയേഴ്സാണ്. അതേമാതിരി മെസ്സിക്ക് വേണ്ടിയിട്ട് ജീവൻ കളയാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ള പ്ലെയേഴ്സാണ്. അങ്ങനെ ഒരു മൊത്തത്തിൽ ടീം ഗ്രൗണ്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ പരസ്പരം കെട്ടുറപ്പുള്ള ആത്മവിശ്വാസമുള്ള ടീമാണ് അർജൻറ്റീന എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് നിലവിൽ സംഭവം. അതുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ടൊക്കെയാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അർജൻറ്റീനയുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇനി മെസ്സിക്കാണെങ്കിലും ഡീമാരിക്കാണെങ്കിലും എല്ലാ ട്രോഫികളൊക്കെ നേടി. ഇനി രാജ്യത്തിന് വേണ്ടിയിട്ടൊന്നും നേടിയിട്ടില്ല എന്ന് ആരും പറയാതെ ഞാൻ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ അർജൻറ്റീനയും മെസ്സിനെയൊക്കെ ട്രോളിലുണ്ട്, ഇപ്പോഴും ട്രോളിലുണ്ട്. ഇപ്പോൾ ഈ കോപ്പ അമേരിക്ക എടുത്തിട്ടും ഞാൻ അർജൻറ്റീന ട്രോൾ ചെയ്യിക്കണം. കാരണം ട്രോള് അത് അതിൻ്റെ രസമാണ്. ഇപ്പോൾ ബ്രസീൽ കപ്പെടുത്താലും അർജൻറ്റീന ഫാൻസ് ബ്രസീലിനെ തോൽക്കുമല്ലോ. ഒന്നുമില്ലെങ്കിൽ പറയും ഫിഫ പ്രസിഡൻറ്റ് നിങ്ങളപ്പാണ്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ റഫറി നിങ്ങളപ്പാണ്, അല്ലാന്നുണ്ടെങ്കിൽ കമ്മിറ്റി കളിയാണ്, അങ്ങനെ ഓരോന്ന് പറയാലോ. അത് രസം, കളി വേറെ ചർച്ച വേറെ, അത് അങ്ങനെയാണല്ലോ. അപ്പോൾ അത് പരസ്പരം റോടുമ്പോൾ രസമാണ്. നമ്മളെ മനസ്സിലൊന്നും ഉണ്ടാവില്ല, എന്നാലും തോറ്റെടുക്കൂല. അവനാൻ്റെ ടീമിനെയും അവനാൻ ഇഷ്ടപ്പെടുന്ന ടീമിനെയും അവനാൻ ഇഷ്ടപ്പെടുന്ന കളിക്കാരനെയും ഒരിക്കലും താത്തിക്കെട്ടാൻ ആരും തയ്യാറാവില്ല. അതേമാതിരി തന്നെ ട്രോള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രോള്. ഞാനൊക്കെ നിരന്തരം മെസ്സിനൊക്കെ മുന്നേ എത്രയോ ട്രോളിയിട്ടുണ്ട്, ഇപ്പോഴും ട്രോളും, ഇനിയും ട്രോളും. അത് അതിൻ്റേതായിട്ടുള്ള സ്പിരിറ്റ് ആട്ടോ, അതാവുമ്പോൾ നിൽക്കും. പക്ഷേ നമുക്ക് മെസ്സിനോട്ടൊന്നും ഉണ്ടായിട്ടോ, മെസ്സി ഒന്നും ചെയ്യാത്തത് കൊണ്ടോ, മെസ്സി അർജൻറ്റീന എന്തോ ആയിട്ടോ അതുകൊണ്ടൊന്നും അല്ല. അത് ടീം സ്പിരിറ്റ്, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ പറയാം. അതില്ലാന്നുണ്ടെങ്കിൽ എന്ത് കളി, അത് ഫൈനൽ വിസിൽ ഒതിനോട് കൂടി അത് തീരും അല്ലേ. അപ്പോൾ ഏതായാലും അതാണ് മെസ്സിൻ്റെ നിലവിലുള്ള റേഞ്ച്. ആരൊക്കെ ട്രോളിയോ ആരൊക്കെ കളിയാക്കിയോ അവരൊക്കെ വായ അടപ്പിച്ചിട്ട്, അത് 1, 2, 3 അല്ല 4. ഇനിയിപ്പോൾ ഒന്ന് ഫൈനൽ വരാണ്ട് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നമുക്ക് ഇനി ഒരു മത്സരം കഴിഞ്ഞാൽ കാത്തിരിക്കണം. സ്പെയിനോട്ടാണ്. യൂറോപ്പിലെ മികച്ച ടീമാണ് സ്പെയിൻ നിലവിൽ. നമുക്ക് ഈ അർജൻറ്റീനയുടെ കാര്യം പറഞ്ഞാൽ തന്നെ യൂറോ കപ്പ് നടക്കുന്ന സമയത്ത് നമുക്ക് പ്രവചിക്കാൻ പറ്റിയൊരു ടീമായിരുന്നു സ്പെയിൻ. യൂറോ കപ്പ് എടുക്കാൻ ഏറ്റവും മികച്ച ടീം സ്ട്രെങ്ത്ത് മുന്നേറ്റത്തിലാണെന്നുണ്ടെങ്കിലും ബോൾ പാസിങ്ങിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ള ടീമാണ് ഈ ഒരു യൂറോ കപ്പ് എടുക്കാൻ സ്പെയിൻ എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു സാധ്യതയുള്ള ടീം ഫ്രാൻസ് ആയിരുന്നു, പക്ഷേ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഏതായാലും അർജൻറ്റീന സ്പെയിൻ ഒരു ഫൈനലിസ്റ്റ് മത്സരം കൂടി വരാനുണ്ട്. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ 5 കപ്പ് മെസ്സിൻ്റെ അക്കൗണ്ടിലെത്തി. ഇനി ആർക്കെങ്കിലും ട്രോളാണ്ടോ മെസ്സിനെ? അപ്പോൾ ഏതായാലും അർജൻറ്റീനയുടെ ഫാൻസും അവരുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയത്തിലൂടെ കടന്നു പോകണം. എത്ര വർഷം അപ്പോൾ കപ്പും ഇല്ലാതെ കടന്നുപോയി? 28 വർഷം. അത്രയും നീണ്ട വർഷത്തിന് ശേഷം വന്നപ്പോൾ ഒരു 1.5 പെരുന്നാൾ ഒരുമിച്ച് തീരാത്ത പെരുന്നാളാണ് വന്നിക്കുകയാണ്. അപ്പോൾ ഫാൻസിനാണെങ്കിലും അർജൻറ്റീന പ്ലേയേഴ്സിനാണെങ്കിലും ഒക്കെ അല്ലേ, അവരാഘോഷിക്കട്ടെ. കുറേ കാലം ദുഃഖിച്ചതല്ലേ, കുറേ കാലം മറ്റുള്ളവർ പരിഹാസങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് ട്രോളുകളൊക്കെ കണ്ട് ചിലപ്പോൾ മറുപടി ഒന്നും ഉണ്ടാവില്ല. എങ്കിലും മെസ്സിൻ്റെ ആ ഒരു സ്റ്റാറ്റസൊക്കെ വെച്ചങ്ങാണ്ട് കുറേ പിടിച്ച് നിന്നിട്ട് ബാഴ്സയിലെ ബാലൻഡിയർ അങ്ങനെയുള്ള ഒക്കെ പറഞ്ഞാൽ മെസ്സിയൊന്നും ബാഴ്സയിൽ അങ്ങനെ ഉണ്ടെങ്കിലും ട്രോഫികളൊന്നും ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിലും അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് നല്ലോണം ആ സമയത്തും പോരാടിയിട്ടുണ്ട്, നല്ലോണം സ്കോർ ചെയ്തിട്ടുണ്ട്, ടോപ്പ് സ്കോറർ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ രാജ്യത്തിന് വേണ്ടി ട്രോഫി മാത്രമേ ഉള്ളൂ മാറി നിന്നിരുന്നത്. അപ്പോൾ അതും നേടി. അപ്പോൾ ഞാർക്കൊന്നും പറയാനില്ല എന്നുള്ളത് ചുരുക്കം.